ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കരോൾ ഗാനം പോലീസ് അലങ്കോലമാക്കിയ സംഭവം ദൌർഭാഗ്യകരമായെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായത്. സാധാരണ രീതിയിൽ ക്രിസ്മസും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയിലൊക്കെ ആഘോഷങ്ങൾ രാത്രികാലങ്ങളാണ്. കാരണം വിശ്വാസമനുസരിച്ച് ശ്രീകൃഷ്ണനും യേശുദേവനൊക്കെ ജനിക്കുന്ന രാത്രിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങൾ രാത്രികാലങ്ങളിൽ നടക്കും. അതിനെ ഇപ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾ, സാധാരണ ചട്ടങ്ങൾ വെച്ച് ഈ 10 മണിക്ക് എന്നുള്ളൊരു നിബന്ധന ഉണ്ടാക്കിയത് സാധാരണ രാഷ്ട്രീയ കക്ഷികളുടെ യോഗങ്ങളും ഒക്കെ ചിലപ്പോൾ നീണ്ടുപോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിയമം കൊണ്ടുവന്നത്. രാഷ്ട്രീയ കാര്യങ്ങൾക്കായി കൊണ്ടുവന്ന നിയമം മതപരമായ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. കരോൾ തടഞ്ഞ സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം വേണം. സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് പറഞ്ഞ മുരളീധരൻ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പൊലിമ കെടുത്താൻ സംസ്ഥാനത്തായി ഇത്തവണ 2-3 സംഭവങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞു. 1995 അങ്ങനത്തെ ഒരു നിയമം വന്നു. അതുവരെ ഞങ്ങളുടെയൊക്കെ സ്ഥാനാർത്ഥികളായിരുന്ന സ്ഥാനാർത്ഥി പരിചരണം പോലും അർദ്ധരാത്രി ഒക്കെയാണ് സമാപിക്കാറ്. ഇതിനുവേണ്ടി കൊണ്ടുവന്നൊരു നിയമം മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ കൃത്യം നിർവഹിച്ചു. അതിപ്പോൾ നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തൊക്കെ കോൺഗ്രസും CPM ഈ നിലപാടിനെതിരായിട്ട് സംയുക്തമായിട്ട് കരോള് സംഘടിപ്പിച്ചത്. ആ കരോള് അവിടെയൊക്കെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയവരുടെ ഗവൺമെൻറ് ഇവിടെ എന്താണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് മനസ്സിലാവില്ല. അപ്പോൾ 2-3 സംഭവങ്ങൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പൊലിമ കെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും. അതാണ് ഇക്കാര്യത്തിൽ UDFന്റെ നിലപാട്. അതാണ്. പള്ളിയിലെത്തിയ മുരളീധരൻ വികാരി ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴയുമായി സംസാരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം, UDF മണ്ഡലം കൺവീനർ KV ഷാനവാസ്, UDF നേതാക്കളായ ഉമ്മർ മുക്കണ്ടത്ത്, KV യൂസഫ് അലി, അനീഷ് പാലിയൂർ, ഋഷി ലാസർ, AC സറൂഖ്, KV വിജു, ഫൈസൽ കാനാമ്പുള്ളി, ഷോബി ഫ്രാൻസിസ്, ബേബി ഫ്രാൻസിസ്, KD പ്രശാന്ത്, KV സത്താർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആലുകാരൻ ജ്വല്ലറി, മുത്തൻമാവ്, ഒരുമനയൂർ, മുതുവട്ടൂർ, ചാവക്കാട്, വില്യംസ്, ഒരുമനയൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.